ഭാവിയുടെ സാങ്കേതികവിദ്യ എന്നറിയപ്പെടുന്ന AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ അമേരിക്കൻ ടെക് കമ്പനികളുടെ അപ്രമാദിത്വത്തിന് നേരെ ഉയർന്ന ശക്തമായ വെല്ലുവിളിയായാണ് ചൈനീസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റാർട്ടപ്പായ ഡീപ്സിക്കിൻ്റെ താരോദയത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. കേവലം ഒരു മാസം മുമ്പ് ലോകത്തിന് മുന്നിൽ സൗജന്യമായി അവതരിപ്പിക്കപ്പെട്ട ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ കഴിഞ്ഞയാഴ്ച ഇതിൻ്റെ പരിഷ്കരിച്ച റീസണിംഗ് മോഡൽ പതിപ്പായ ഡീപ്സിക് R1 കൂടി പുറത്തിറക്കിയതോടെ ജനപ്രീതിയിലും കുതിച്ചുയർന്നു. വമ്പൻ US കമ്പനികൾ സമാന ലാർജ് ലാംഗ്വേജ് മോഡലുകൾ വികസിപ്പിച്ചെടുത്തതിൻ്റെ ചെറിയൊരു അംശം സമയവും പണവും ചെലവഴിച്ചുകൊണ്ടാണ് ഡീപ്സിക് ഈ നേട്ടം സാധ്യമാക്കിയതെന്ന വിവരം കൂടി വെളിവായതോടെ അമേരിക്കൻ ഓഹരി വിപണിയിൽ ടെക് കമ്പനികളുടെ ഓഹരികളിൽ വമ്പൻ ഇടിവ് നേരിട്ടു. ഇതിൻ്റെ പ്രകമ്പനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ ഇപ്പോൾ അലയടിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി NSEയുടെ IT വിഭാഗം ഓഹരികളുടെ സെക്ടറൽ സൂചികയായ നിഫ്റ്റി IT നഷ്ടം രേഖപ്പെടുത്തുന്നു. എന്നാൽ 1.5 വർഷം മുമ്പ് IPO നടപടികൾ പൂർത്തിയാക്കി ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് അരങ്ങേറ്റം കുറിച്ച നെറ്റ്വെബ് ടെക്നോളജീസിൻ്റെ ഓഹരികളിൽ വമ്പൻ ഇടിവ് തുടരുകയാണ്. കഴിഞ്ഞ 8 ദിവസമായി ഈ സ്മോൾ ക്യാപ്പ് ഓഹരി കനത്ത നഷ്ടം രേഖപ്പെടുത്തുന്നു. തിങ്കളാഴ്ച 12% ഇടിഞ്ഞ നെറ്റ്വെബ് ടെക്നോളജീസ് ഓഹരി വില ചൊവ്വാഴ്ചയും 8% തിരിച്ചടി നേരിട്ടു. ഈ ഒരു പശ്ചാത്തലത്തിൽ നെറ്റ്വെബ് ടെക്നോളജീസ് ഓഹരിയുടെ കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം. ആദ്യം നെറ്റ്വെബ് ടെക്നോളജീസിൻ്റെ പശ്ചാത്തലം. ഉയർന്ന പ്രകടനശേഷിയുള്ള ഹൈ എൻഡ് കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതും അനുബന്ധ IT സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതുമായ സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് നെറ്റ്വെബ് ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ്. കമ്പനി പുറത്തിറക്കിയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ 3 ലോകത്തെ ഏറ്റവും മികച്ച 500 സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ കൂട്ടത്തിലേക്ക് 11 തവണ ഇടം നേടിയിട്ടുണ്ട്. ടെലികോം നെറ്റ്വർക്കിംഗിലും IT ഹാർഡ്വെയർ മേഖലയിലും ഒരുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഉൽപ്പന്ന ബന്ധിത ആനുകൂല്യം അഥവാ PLI സ്കീമിൻ്റെ ഗുണഫലം ലഭിക്കാൻ അർഹതയുള്ള ഇന്ത്യയിലെ ചുരുക്കം ചില ഉൽപ്പന്ന നിർമ്മാതാക്കളുമാണിവർ. നിലവിൽ 8200 കോടി രൂപയാണ് നെറ്റ്വെബ് ടെക്നോളജീസിൻ്റെ ഏകദേശ വിപണി മൂല്യം. ഓഹരിയുടെ പ്രകടനം. 2025 ജനുവരിയിൽ മാത്രം നെറ്റ്വെബ് ടെക്നോളജീസ് ഓഹരിയുടെ വിപണി വില പകുതിയായി ഇടിഞ്ഞു താഴ്ന്നു. ജനുവരി 1 2890 രൂപ നിലവാരത്തിൽ ക്ലോസ് ചെയ്തിരുന്ന ഈ ഓഹരി ജനുവരി 28 വ്യാപാരത്തിനൊടുവിൽ 1460 രൂപ നിലവാരത്തിലാണ് ക്ലോസിംഗ് വില രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ജനുവരി മാസത്തിൽ ഇതിനകം ഓഹരിയുടെ വിലയിൽ 50% ഇടിവ് നേരിട്ടുവെന്ന് സാരം. അതേസമയം 2021 ജൂലൈയിൽ നെറ്റ്വെബ് ടെക്നോളജീസിൻ്റെ പ്രാരംഭ പൊതുഓഹരി വിൽപ്പന അഥവാ IPO വേളയിൽ 500 രൂപ നിലവാരത്തിലായിരുന്നു ഓഹരി നിക്ഷേപകർക്ക് അനുവദിച്ചിരുന്നത്. അങ്ങനെ നോക്കിയാൽ IPOയിൽ ഇഷ്യൂ വിലയേക്കാളും ഏകദേശം 200% മുകളിലായത് ഇപ്പോഴും നെറ്റ്വെബ് ടെക്നോളജീസിൻ്റെ ഓഹരികൾ നിൽക്കുന്നതെന്ന് കാണാം. അതേപോലെ ഓഹരിയുടെ ലോക്കിൻ കാലാവധി കഴിഞ്ഞതും വിനിയായിട്ടുണ്ട്. 2021 ജൂലൈയിൽ IPO നടന്ന വേളയിൽ പ്രൊമോട്ടർ, ആങ്കർ നിക്ഷേപകർ തുടങ്ങിയവർക്കൊക്കെ ബാധകമായിരുന്ന താൽക്കാലിക ഓഹരി വിൽപ്പന നിരോധനം അഥവാ ലോക്കിൻ പീരീഡ് ജനുവരി 27 അവസാനിച്ചിരുന്നു. നെറ്റ്വെബ് ടെക്നോളജീസ് കമ്പനിയുടെ മൊത്തം ഓഹരികൾ 20% വിഹിതമാണ് അഥവാ 1.1 കോടി ഓഹരികളാണ് ലോക്കിൻ കാലാവധിയിൽ നിന്നും പുറത്തു കടന്നത്. ഇതും നെറ്റ്വെബ് ടെക്നോളജീസ് ഓഹരിയിൽ ചാഞ്ചാട്ടം വർദ്ധിപ്പിക്കുന്ന ഘടകമായി മാറിയിട്ടുണ്ട്. അതേസമയം ഈ ഓഹരികൾ കൈവശമുള്ള വൻകിട നിക്ഷേപകർ ഇത് വിറ്റഴിക്കണം നിർബന്ധമില്ല എന്നതും ശ്രദ്ധിക്കുക. ഓഹരിയിൽ ഇനി എന്ത്? ഓഹരിയുടെ വിപണി വിലയിൽ വൻ ഇടിവ് നേരിട്ടതിന് പിന്നാലെ നെറ്റ്വെബ് ടെക്നോളജീസിൻ്റെ മാനേജ്മെൻറ്റ് പ്രതിനിധി ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തേക്ക് കമ്പനി നേരത്തെ നൽകിയിരുന്ന വരുമാന അനുമാനം 1000 കോടി രൂപയിൽ തന്നെയായി നിലനിർത്തിയിട്ടുണ്ട്. കൂടാതെ വാർഷിക വരുമാനത്തിൽ 30 മുതൽ 35% വരെ സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തുമെന്ന ആത്മവിശ്വാസവും കമ്പനി മാനേജ്മെൻറ്റ് പ്രകടിപ്പിച്ചു. നിലവിൽ 2 ബ്രോക്കറേജ് സ്ഥാപനങ്ങളിലെ അനലിസ്റ്റുകൾ മാത്രമാണ് നെറ്റ്വെബ് ടെക്നോളജീസ് ഓഹരിയിൽ ബൈ റേറ്റിംഗ് നൽകിയിട്ടുള്ളത്. ഡിസ്ക്ലൈമർ: നെറ്റ്വെബ് ടെക്നോളജീസ് ഓഹരിയെ സംബന്ധിച്ച് വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചാണ്. ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപ സംബന്ധമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.